നമസ്കാരം. ഈ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുതലാണെങ്കിലും നിങ്ങളിത് കാണണം. കാരണം ഞാനോ നിങ്ങളോ നാളെ ഇത്തരമൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. HRDS ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരെ ഡൽഹി സഫ്ദർജംഗ് എൻക്ലേവ് പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്ന വാർത്ത പുറത്തു വന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ്. അജി കൃഷ്ണനെ നേരിട്ടറിയാവുന്ന ഒരാളും ആ വാർത്ത വിശ്വസിച്ചില്ല. FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അജി കൃഷ്ണനെ പ്രതി ചേർത്തിരുന്നില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പരാതിയിൽ കഴമ്പില്ലെന്നു കണ്ട് വിട്ടയക്കുകയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരാണ് പരാതിക്കാരൻ? എന്തുകൊണ്ടാണ് പോലീസ് അജി കൃഷ്ണനെ പ്രതി ചേർക്കാത്തത്? കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം നടത്തിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ CPM നേതാക്കൾക്കെതിരെ പോക്സോ കേസെടുക്കുമോ എന്ന ആശങ്ക അവർക്ക് നിലനിൽക്കുമ്പോഴാണ് അജി കൃഷ്ണനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നത്. HRDS ഇന്ത്യയും അജി കൃഷ്ണനും CPMന്റെ നോട്ടപ്പുള്ളികളാണ്. പലതവണ അജി കൃഷ്ണനെ കുരുക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അജി കൃഷ്ണനെതിരെ ഉയർന്ന പരാതിയുടെ യാഥാർത്ഥ്യം എന്താണ് നോക്കാം. HRDSലെ ഒരു ജീവനക്കാരൻ തന്നെയാണ് പരാതിക്കാരൻ. സംഭവം നടന്നു എന്നാരോപിക്കുന്നത് 2024 ഒക്ടോബറിലാണ്. അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള മകളെ, സംഭവം നടന്നു എന്നാരോപിക്കുന്ന സമയത്ത് 11 വയസ്സുണ്ടായിരുന്ന മകളെ അജി കൃഷ്ണൻ ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. 2024 ഒക്ടോബറിൽ ഔദ്യോഗിക ആവശ്യത്തിനായി ത്രിപുരയിലും കൽക്കട്ടയിലും പോയ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പരാതിക്കാരന്റെ ആരോപണം. എന്നാൽ അപ്പോഴൊന്നും ഇദ്ദേഹം പരാതി നൽകിയില്ല. ഇക്കഴിഞ്ഞ മാർച്ച് 28-നാണ് ഇയാളെ HRDSന്റെ ആന്ധ്രാപ്രദേശ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയത്. അപ്പോഴാണ് അച്ഛൻ ആന്ധ്രയിലേക്ക് പോകുന്നതിൽ കുട്ടി എതിർപ്പ് പ്രകടിപ്പിച്ചതത്രേ. കാര്യം തിരക്കിയപ്പോഴാണ് കുട്ടി വിവരം പറയുന്നത്. അജി കൃഷ്ണനെ അറിയാവുന്നവർക്കറിയാം, അദ്ദേഹത്തിന് പലയിടങ്ങളിൽ നിന്നും ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം എപ്പോഴും 1-2 പേരുണ്ടാകും. ഇനിയാണ് ഈ കഥയിൽ കാതലായ ചില ഭാഗങ്ങളുള്ളത്. ഈ സംഭവം നടന്നതിനു ശേഷം കഴിഞ്ഞയാഴ്ച അജി കൃഷ്ണനെതിരെ പരാതി കൊടുക്കുന്നതുവരെ പരാതിക്കാരൻ HRDSൽ ജോലി ചെയ്തിരുന്നു. സ്വന്തം മകളോട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തയാളിന്റെ കീഴിൽ ആരെങ്കിലും ജോലി ചെയ്യുമോ? അതും അജി കൃഷ്ണനോടൊപ്പം സഹകരിച്ചുകൊണ്ട്. പരാതിക്കാരന്റെ മാത്രമല്ല, HRDSന്റെ ജീവനക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് HRDS ആണ്. ഈ സംഭവം നടന്നതിനു ശേഷം പലതവണ ആ കുട്ടിയും മൂത്ത സഹോദരിയും HRDSന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. HRDS സംഘടിപ്പിച്ച പല പരിപാടികളിലും ആ കുട്ടി പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായ കുട്ടിക്കും പിതാവിനും എങ്ങനെയാണ് പിന്നീട് 2 വർഷത്തോളം യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കുറ്റാരോപിതനോടും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലും വരാനും സഹകരിക്കാനും ജോലി ചെയ്യാനും കഴിഞ്ഞത്? അത് പ്രേക്ഷകർ തീരുമാനിക്കുക. ഇനി എന്താണ് വാസ്തവത്തിൽ നടന്നത്? അച്ചടക്ക ലംഘനത്തിനും പെരുമാറ്റ ദൂഷ്യത്തിനും പരാതിക്കാരന് 1 മാസത്തെ നിർബന്ധിത അവധി നൽകി. അതിനുശേഷം അദ്ദേഹത്തിന് HRDSന്റെ ആന്ധ്രയിലെ ഓഫീസിലേക്ക് സ്ഥലമാറ്റം നൽകി. ഇത് അംഗീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. എന്നു മാത്രമല്ല, 20 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുമെന്ന് അജി കൃഷ്ണനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഫോണൊന്നെടുത്ത് സംസാരിച്ചാൽ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ഫ്രോഡുലൻ്റായിട്ട് ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നാട് മുഴുവൻ ഓഫീസ് പറഞ്ഞു വെച്ചിട്ട് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മാറ്റി ട്രാൻസ്ഫർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുള്ള ഈ കളിയുണ്ടല്ലോ, ഇത് ഞാൻ പൊളിച്ചെടുക്കും ഞാനിത് കേട്ടോ. അത് മനസ്സിലാക്കിക്കോ കേട്ടോ. ഇത് എന്നെ പോലെ ഇവിടെ ഡൽഹി ഓഫീസിൽ കുറച്ചമാർ കിടന്ന് കളിക്കുന്നുണ്ട്. ഇവന്മാർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല കേട്ടോ. ഇവന്മാർക്ക് വിചാരിച്ചേക്കുന്നത് അങ്ങോട്ട് ഇറക്കി വിട്ടായിരുന്നു. സ്വരാജൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ഇറക്കി വിടാന്നുള്ള ലൈനിലാണ് നിൽക്കുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പണി കേട്ടോ. ഫോൺ എടുക്കണ്ട കേട്ടോ, ഞാൻ കാണിച്ചു തരാൻ പണി കേട്ടോ. ഞാൻ പഴയ അജി കൃഷ്ണനാക്കി ഞാൻ നിർത്തിത്തരാം കേട്ടോ. നിങ്ങളിപ്പോൾ വലിയ എന്തോ കൊമ്പത്തോട്ട് നിൽക്കാന്നല്ലേ പറയുന്നത്. ഞാൻ കാണിച്ചു തരാൻ പണി കേട്ടോ. HRDSന് ഒരിക്കലും കിട്ടാത്ത 1.5 കോടി രൂപ തിരിച്ചു വരാൻ ആവശ്യമായ നടപടികൾ ഞാൻ എടുത്തയാളാണ്. എന്നിട്ട് ചുമ്മാ സ്വരാജ് പറഞ്ഞു, രാജു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നിലപാടുണ്ടല്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്തു, ഞാൻ അതിനകത്തോട്ട് ഇനി വരേണ്ടതില്ലെങ്കിൽ ഒരു 20 ലക്ഷം രൂപയ്ക്ക് അന്നേരം എൻ്റെ കൊച്ചിനെ അവിടെ പഠിപ്പിക്കാൻ വിട്ടച്ച ഇതെല്ലാം മുടങ്ങിയിട്ട് നമ്മളെ ആകെ നശിപ്പിച്ച നിങ്ങൾ ഇതെല്ലാം കൂടെ പൊക്കി അങ്ങ് മുകളോട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണല്ലോ. നടപടിയില്ല അജി കൃഷ്ണ, നടപടിയില്ല. നിങ്ങളുടെ ഈ ഫ്രോഡിലിൻ്റെ ഉണ്ടല്ലോ, ഡൽഹിയിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എനിക്കറിയാം. ഞാനിവിടെ ഈ BJP പാർട്ടിക്കകത്തുള്ള ആളാണ്. ഇതുണ്ടല്ലോ, രാഹുൽ പറയുന്ന പോലെ അല്ല ഇത്. ഈ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയാൽ എനിക്കറിയാം ഇത് കൃത്യമായിട്ട് ബോധിപ്പിക്കേണ്ട ആരൊക്കെയാണ് കേട്ടോ. അത് സ്റ്റേറ്റ് കമ്മിറ്റിയിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലും പോയി പറയാൻ എനിക്കറിയാം നിങ്ങളുടെ ഈ പരിപാടി കേട്ടോ. നിങ്ങൾ കണ്ടോ പണി എന്നാന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. നിങ്ങൾ ചീഞ്ഞ കളിയായിട്ട് ഇറങ്ങുമെന്ന് എനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഈ പണിയായിട്ട് ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് നിങ്ങൾക്ക് ഈ HRDSന്റെ ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന കസേര ഉണ്ടല്ലോ, ഈ ഇരിപ്പ് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓർത്ത് കളിച്ചോ കേട്ടോ.
പ്രധാനമന്ത്രിയുടെയും അമിത്ഷാജിയുടെ ഓഫീസിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോദിജിയുടെ ഡയറി അടിച്ചു വെച്ച് ഫോട്ടോയും തൂക്കി മനുഷ്യനെയൊക്കെ പറ്റിച്ച് ആവശ്യം മേടിച്ച് പിന്നെ 4 സ്ഥലത്ത് ഓഫീസ് തുറന്നു വെച്ചാൽ അങ്ങോട്ട് വിട്ട് കാണിക്കാന്നല്ലേ. എന്നെയല്ലേ അങ്ങനെ വിടാൻ പോണേ? എന്നെയല്ലേ, എൻ്റെ അടുത്തല്ലേ? നിങ്ങൾ ആരാന്നും നിങ്ങൾ എവിടെ വരെ എത്തിയെന്നും എന്നാന്നും എനിക്കറിയാം കേട്ടോ. നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളൊരു പുല്ലും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതറിയാവുന്ന ഏക മനുഷ്യനാണ് ഞാൻ കേട്ടോ. നിങ്ങൾ ഓർത്തോ. ഇപ്പോൾ ഈ വന്ന ഈയാമ്പാറ്റകൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ പാടി. എനിക്ക് പത്രക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് ഡൽഹി കേട്ടോ. നിങ്ങൾ എങ്ങനെയാ BJP ഓഫീസിൻ്റെ അകത്ത് കയറിയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഓർമ്മയുണ്ടോ അതൊക്കെ? നിങ്ങൾ ആദ്യത്തെ ഡൽഹി വന്ന സമയത്ത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ അവാർഡ് മേടിച്ചത് എങ്ങനെയാണെന്നും നിങ്ങൾ ബാലശങ്കരത്തെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്നും എല്ലാം ഓർമ്മയുണ്ടല്ലോ. കൃഷ്ണകുമാർ എങ്ങനെയാണ് വന്നതെന്നും ഓർമ്മയുണ്ടല്ലോ. പക്ഷെ കൂടെ നിൽക്കുന്ന ഇവന്മാർക്കൊന്നും അറിയത്തില്ല. അവരൊക്കെ ഓർത്തുകൊണ്ടിരിക്കണം നിങ്ങളെന്തോ വലിയ ദിവ്യനാന്നാ കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നാളെ മുതൽ പരിപാടി എന്നാന്നേ. കളിച്ചോ നിങ്ങൾ എൻ്റെ അടുത്ത് കേട്ടോ. സ്വരാജുമായിട്ട് പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ തന്നെ HRDC പറഞ്ഞു വിടും അല്ലേ? 4 മാസമായി ഇവിടെ കയറി വന്നതിനായിട്ടല്ലേ. എനിക്കതൊന്ന് കാണണോ ജികൃഷ്ണ, എനിക്കൊന്ന് കാണണത് കേട്ടോ. നിങ്ങൾ ഡൽഹിയിൽ ഈ കളിയും കൊണ്ട് ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണം കേട്ടോ. ഈ ഫ്രോഡ് പണിയായിട്ടെ എനിക്കൊന്ന് കാണണം. മാർച്ച് 28-ന് ട്രാൻസ്ഫർ ഓർഡർ നൽകി. മാർച്ച് 30-ന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മാർച്ച് 31-ന് പരാതിക്കാരൻ മറുപടി നൽകി. ഏപ്രിൽ 9-നാണ് പരാതിക്കാരന് HRDS ഫൈനൽ നോട്ടീസ് നൽകുന്നത്. 20 ലക്ഷം രൂപ നൽകാനും ആന്ധ്രയിലേക്കുള്ള സ്ഥലം മാറ്റം പിൻവലിക്കാനും തയ്യാറാകാതെ വന്നതോടെയാണ് ഏപ്രിൽ 10-ാം തീയതി ഡൽഹി സഫ്ദർജംഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടതോടെ അജി കൃഷ്ണനെ പോലീസ് വിട്ടയച്ചു. ഇവിടെ നടന്നത് ഒരു ഗൂഢാലോചനയാണെന്ന് ഉറപ്പായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 1 ലക്ഷത്തോളം രൂപ ശമ്പളം കൈപ്പറ്റുന്ന ഒരു വ്യക്തിയാണ് പരാതിക്കാരൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ 2 മക്കളുടെയും പഠന ചെലവ് വഹിക്കുന്നത് HRDS ആണ്. അജി കൃഷ്ണനുമായി വളരെ കാലത്തെ ബന്ധമുള്ള വ്യക്തിയാണ് പരാതിക്കാരൻ. അങ്ങനെയുള്ള ഒരാൾ എന്ത് കാരണം കൊണ്ടായാലും സ്വമേധയാ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുമെന്ന് കരുതാനാകില്ല. ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും ശക്തരായ മറ്റു ചിലരുമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടപ്പെട്ട വീടുകൾ നിർമ്മിക്കുന്നത് HRDS ഇന്ത്യയാണ്. ഒഡീഷയിൽ നിർമ്മിക്കുന്ന 10,000 വീടുകളിൽ 1000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് HRDS വീടുകൾ നിർമ്മിച്ചു നൽകിയെങ്കിലും പിണറായി സർക്കാർ തുടർന്ന് അതിനനുവദിച്ചില്ല. അജി കൃഷ്ണനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു. ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ പിന്നിലുള്ളവർക്ക് അല്പം പിഴച്ചു. ഈ പരാതി കൊടുത്തത് കേരളത്തിലായിരുന്നെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു പോയി വിജയ പോലീസ് അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തേനെ. വൈറൽ താരത്തിന് കല്യാണം നടത്തിക്കൊടുത്ത് CPM നേതാക്കൾ പുലിവാല് പിടിച്ചിരിക്കുന്ന ഈ സമയത്തു തന്നെ അജി കൃഷ്ണനെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നതിൽ CPMന്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം. പരാതിക്കാരനെതിരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതിന് HRDS കൊടുത്ത പരാതിയിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോക്സോ ആക്ട് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ ദുരുപയോഗം ചെയ്തെന്ന് ബോധ്യമായാൽ കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാൻ തക്കവിധം നിയമം ഭേദഗതി ചെയ്യേണ്ടത് അനിവാര്യമാണ്. HRDSനെ തകർക്കാനുള്ള ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇതെന്ന സംശയം വ്യാപകമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും.